ഹലോ ഗൈസ്, നമ്മൾ ഈ ബാഗും സാധനങ്ങളുടെ അടുത്ത് പോകുന്നിടത്തേക്കാണ് അറിയാം ഒരു തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയല്ല ഒരു തെയ്യം കാണാൻ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവല്ലോ. കാരണമുണ്ട്, വഴിയേ കാണാം. വീട്ടിൽ നിന്ന് നേരെ പോയത് മൂത്താന്റെ വീട്ടിലേക്കാണ്. അടുത്ത തറക്ക് ഞാൻ 3-4 കൊല്ലം മുമ്പേ വന്നു. പിന്നെ വരണം എന്ന് വെച്ചിട്ട് ഒന്നിന് കൂടിയിട്ട് രണ്ടും കൂടി കൽപ്പിച്ചിട്ടാണ് ഇപ്രാവശ്യം വന്നത്. ആടെ എത്തിയിട്ട് ആദ്യം കാണുന്നത് കലശാന്ന് കേട്ടാ. പിന്നെ ആ കലശത്തിന്റെ കൂടെയാണ് നേരെ ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്രം ഒരു കാടിന്റെ നടുവിലായിട്ടാന്ന് കേട്ടാ നിൽക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ വീടുകളൊന്നും ഇല്ല. പിന്നെ ക്ഷേത്രം കഴിഞ്ഞാൽ മുകളിലോട്ട് ഫുള്ള് കാടാണ്. അങ്ങനെ കലശാലം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ കയറുമ്പോ കാണുന്നത് ഭഗവതിന്റെ വെള്ളാട്ടാണ്. അങ്ങനെ വെള്ളാട്ടവും കഴിഞ്ഞിട്ടാണ് കലശത്തിനെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ സ്റ്റേജ് പരിപാടിയായിരുന്നു കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കാണാൻ വന്ന തെയ്യം കീയാൻ വേണ്ടി. പരിപാടിയിലെ തീരുമ്പോഴേക്ക് ഏകദേശം തെയ്യം കീയാനായിട്ടുണ്ട് കേട്ടാ. ഈ തെയ്യത്തിന്റെ വെള്ളാട്ടാണ് കേട്ടാ ഇത്. അത് തന്നെ കീയുന്ന ഒരു 11 മണിക്ക് ശേഷമാണ്. എന്നേരമുള്ള ആൾക്കാരാണ്. എന്നാ പിന്നെ തെയ്യം കാണാല്ലേ. ഇതാണ് നമ്മൾ കാണാൻ വന്ന ചുവന്ന ഗുളിക. പല തരത്തിലുള്ള ഗുളികനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ചുവന്ന ഗുളിക എന്നുള്ളത് കാണുന്ന പോയിട്ട് കേൾക്കുന്ന തന്നെ ഈടുന്ന ആദ്യമായിട്ടാണ്. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന ഗുളികനെ അപേക്ഷിച്ച് രൂപത്തിലും ഭാവത്തിലും എല്ലാം നല്ല രീതിക്കുള്ള വ്യത്യാസം ഉണ്ട് കേട്ടാ. എടുത്തു പറയേണ്ടത് ആ മുഖത്തെഴുത്ത് തന്നെയാണ്. എന്റെ ചെറുപ്പത്തിലെല്ലാം ഞാൻ ഭയങ്കര പേടിച്ചിരുന്ന് കണ്ട തെയ്യാന്ന് കേട്ടാ ഇത്. അങ്ങനെ വെള്ളാട്ടും കഴിഞ്ഞ് നേരെ വീട്ടിൽ. ഇതിന്റെ തറ നാളെ അടുത്ത പാർട്ടാക്കിട്ട് വരും കേട്ടാ. അപ്പൊ ശരിയെന്നാ.